അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കീർത്തിമുദ്ര എന്ന ഒരു കഥയാണ്. അപ്പോൾ ആദ്യം നമുക്ക് കഥയുടെ രചയിതാവിനെ ഒന്ന് പരിചയപ്പെടാം. ഉണ്ണികൃഷ്ണൻ പൂതൂർ എന്നയാളാണ് നമ്മുടെ ഈ കഥയുടെ കീർത്തിമുദ്രയുടെ രചയിതാവ്. തൃശ്ശൂർ ജില്ലയിലെ ഏങ്ങണ്ടിയൂർ ജനനം, വളർന്നതും ജീവിച്ചതും ഗുരുവായൂരിൽ. ആത്മസംഘർഷങ്ങളുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നു. ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ് എന്നീ നിലകളിൽ പ്രശസ്തൻ. ബലിക്കല്ല്, നാഴികമണി, ആട്ടുകട്ടിൽ, അമൃതമഥനം, ആനപ്പക, ധർമ്മചക്രം എന്നീ നോവലുകളും ഭാഗപത്രം, നഷ്ടപ്പെട്ട പൊന്നോണം, എൻ്റെ 101 കഥകൾ, പൂതൂർ കഥകൾ, തിരഞ്ഞെടുത്ത കഥകൾ, അനുഭവങ്ങളുടെ നേർരേഖകൾ തുടങ്ങിയ കഥാസമാഹാരങ്ങൾ രചിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പത്മപ്രഭ പുരസ്കാരം, ഓടക്കുഴൽ അവാർഡ് എന്നീ ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു കഥയാണ് നമ്മുടെ കീർത്തിമുദ്ര എന്നുള്ള ഒരു കഥ. നമുക്ക് പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം. കീർത്തിമുദ്ര. കീർത്തി എന്ന് പറഞ്ഞാൽ പ്രശംസ, മുദ്ര എന്ന് പറഞ്ഞാൽ അടയാളം. അപ്പോൾ പ്രശംസയുടെ അടയാളം, അതൊരു അവാർഡ് കൂടിയാണ് കീർത്തിമുദ്ര എന്നുള്ളത്. കലകളിൽ മികച്ചു നിൽക്കുന്ന ആളുകൾക്ക് നൽകുന്ന അവാർഡ് കൂടിയാണ് കീർത്തിമുദ്ര എന്നുള്ളത്. അപ്പോൾ നമ്മൾ പാഠഭാഗത്തിലേക്ക് നോക്കുക. അവസാനത്തെ അരങ്ങേറ്റമാണ്. കളിയോഗത്തോട് വിടവാങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള കളി. അപ്പോൾ അവസാനത്തെ അരങ്ങേറ്റമാണ് ആശാൻ്റെ അവസാനത്തെ അരങ്ങേറ്റം. അരങ്ങേറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നതിനാണ് എന്താ പറയുക, അരങ്ങേറ്റം എന്ന് പറയാം. അപ്പോൾ എന്താണ്, തുടക്കക്കാരൻ്റെ കളികൾക്കും എന്താ പറയുക, അരങ്ങേറ്റം എന്ന് പറയും. ആദ്യമായിട്ട് ചെയ്യുന്നതിനും അരങ്ങേറ്റം എന്ന് പറയും. ഇത് അവസാനത്തെ അരങ്ങേറ്റമാണ്. ഇനി ഇതിന് ശേഷം ഒരു കഥകളിക്ക് ആശാന് ഇല്ല. കളിയോഗത്തോട് വിടവാങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള കളി. കളിയോഗത്തോട് എന്താണ് കളിയോഗം എന്ന് പറഞ്ഞാൽ കളികൾ ഒക്കെ പലവിധ കളികളും നടത്തുന്ന കളിയോഗം. അപ്പോൾ അതിനോട് വിടവാങ്ങുന്നതിന് തൊട്ട് മുമ്പത്തെ കളിയാണ്. ചുട്ടിയിടാനായി ആശാൻ അണിയറയിൽ കടന്നു. അപ്പോൾ ചുട്ടി പറഞ്ഞാൽ വസ്ത്രം, ഈ കഥകളിക്ക് ആവശ്യമായ വസ്ത്രമാണ് ചുട്ടി. അപ്പോൾ ആശാൻ അണിയറയിൽ കടന്നു. അണിയറ എന്ന് പറഞ്ഞാൽ സ്റ്റേജിൻ്റെ പിറകുവശത്ത് എന്തുണ്ടാവും, മേക്കപ്പ് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലം ഉണ്ടാവും. അതിനാണ് അണിയറ എന്ന് പറയുക. ക്ഷണിക്കപ്പെട്ട സദസ്സാണ് അന്നത്തേത്. അന്ന് ക്ഷണിക്കപ്പെട്ട ആളുകൾ മാത്രമേ ആ സദസ്സിലുള്ളൂ. ഗവർണറും മുഖ്യമന്ത്രിയും കളി കാണാനായി വരുന്നുണ്ട്. അപ്പോൾ ക്ഷണിക്കപ്പെട്ട അതിഥികളായിട്ടുള്ള ഗവർണറും മുഖ്യമന്ത്രിയൊക്കെ കളി കാണാനായി വരുന്നുണ്ട്. മുഖ്യമന്ത്രിയാണ് കലാതിലകം എന്ന കീർത്തിമുദ്ര നൽകുന്നത്. അപ്പോൾ കലാതിലകമാണ് ഇവിടെ കീർത്തിമുദ്രയായിട്ട് നൽകുന്നത്. കലാതിലകമാണ് ഇവിടെ പ്രശംസയുടെ അടയാളമായിട്ട് ഈ ആശാന് നൽകുന്നത്. മുഖ്യമന്ത്രിയാണത് നൽകുന്നത്. അന്നേ വരെയുള്ള സേവനങ്ങളെ വകയിരുത്തിക്കൊണ്ടാണ് കമ്മിറ്റിക്കാർ തനിക്കത് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അന്ന് വരെയുള്ള കഥകളിയിലെ സേവനങ്ങളും കഥകളിയിലെ മികവിനൊക്കെ കമ്മിറ്റിക്കാർ നൽകുന്ന ഒരു അവാർഡാണ് ഈ കലാതിലകം എന്നുള്ള ഈ അവാർഡ്. ഇനി മുതൽക്ക് കളിയോഗത്തിൽ പങ്കെടുക്കേണ്ട. ഇനി മുതൽ കളിയോഗത്തിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. ആശാന് തളർച്ച തോന്നി. കളിയരങ്ങത്തു നിന്ന് വിടവാങ്ങുന്നതോടെ താനല്ലാതായി തീരുന്നു. അപ്പോൾ ഇതുവരെ ഒരു കഥകളിക്കാരനായിരുന്ന താൻ ഇനിയൊരു അല്ലാതായി മാറുന്നു. ഇനി ആശാനായി മാറുന്നു. കഥകളി പഠിപ്പിക്കുന്ന ആളായി മാറുന്നു. 13ാമത്തെ വയസ്സിൽ കച്ച കെട്ടിയതാണ്. അപ്പോൾ 13ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് കഥകളിയിലേക്ക് ആശാൻ വരുന്നത്. കച്ച കെട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്, തയ്യാറായി വരിക എന്നുള്ളതാണ് കച്ച കെട്ടുക. അപ്പോൾ അരയും തലയും മുറുക്കി വരിക എന്നൊക്കെ അർത്ഥമുണ്ട് കച്ച കെട്ടി ഇറങ്ങുക. അപ്പോൾ യുദ്ധത്തിനൊക്കെ കച്ച കെട്ടി ഇറങ്ങും. അതാണ് കച്ച കെട്ടുക എന്ന് പറഞ്ഞത്. കച്ച എന്ന വസ്ത്രം എന്ന് അർത്ഥമുണ്ട്, കച്ച. അപ്പോൾ കച്ച കെട്ടി ഇറങ്ങുക, അതിന് തയ്യാറായി ഇറങ്ങുക എന്നർത്ഥം. 13ാമത്തെ വയസ്സിലെ നടനായി. 13ാമത്തെ വയസ്സിൽ എന്താണ്, ഇങ്ങനെ അഭിനയിക്കാൻ തുടങ്ങി. വേറെ മാർഗങ്ങളൊന്നുമില്ലായിരുന്നു അന്ന് ജീവിക്കാൻ. അപ്പോൾ നടനായിട്ടാണ് അന്നൊക്കെ ജീവിച്ചിരുന്നത്. വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജീവിക്കാൻ വേണ്ടി കൂടിയാണ് കഥകളിയൊക്കെ കളിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. 3/4 നൂറ്റാണ്ടാണ്
തൻ്റെ മുമ്പിലൂടെ കടന്നു പോയിരിക്കുന്നത്, അതും കളിയരങ്ങിലൂടെ. അപ്പോൾ 3/4 നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 70-80 അടുത്താണ് ഇദ്ദേഹത്തിന് വയസ്സ്. അതും കളിയരങ്ങിലൂടെയാണ് അദ്ദേഹം ഇതിൻ്റെ വയസ്സ് മുഴുവൻ കടന്നുപോയത്. 13-ാമത്തെ വയസ്സ് മുതൽ 80 വയസ്സ് വരെ എവിടെയായിരുന്നു? കളിയരങ്ങിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നത്തെയും അന്നത്തെയും ജീവിതത്തെ താരതമ്യപ്പെടുത്തുക വയ്യ. അപ്പോൾ ഇന്നത്തെ കാലവും അന്നത്തെ കാലവും വളരെ വ്യത്യാസമാണ്. അപ്പോൾ അതിനെ താരതമ്യപ്പെടുത്താൻ എന്താ കഴിയില്ല, അതിന് രണ്ടിനെ തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയില്ല. വളരെയേറെ കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പകാലത്ത് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട്. നിരവധി നാഴികൾ കളിപ്പെട്ടി തലയിലേറ്റിക്കൊണ്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ദൂരം, നാഴിക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ ഒരുപാട് ദൂരം എന്തായിട്ടുണ്ട്? കളിപ്പെട്ടി തലയിലേറ്റി നടന്നിട്ടുണ്ട്, കളിയിലെ പെട്ടി തലയിലേറ്റി നടന്നിട്ടുണ്ട്. ഇന്നത്തെ ചെറുപ്പക്കാരായ കളിയോഗത്തിലെ കുട്ടികൾക്ക് എന്തറിയാം? അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്കൊന്നും ആ കഷ്ടപ്പാടുകളൊന്നും അറിയില്ല. കാരണം ഇന്നൊക്കെ കഥകളിക്ക് പോവുക, കമ്മിറ്റിക്കാർ വണ്ടിയിട്ട് വരും, വണ്ടിയിൽ കയറി പോവുക, നടന്നു പോകേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് കളിയോഗത്തിൽ ഇന്നത്തെ കുട്ടികൾക്ക് എന്താ അറിയാം? അവരൊക്കെ കലയെ കാര്യമായെടുത്തിട്ടുണ്ടോ എന്നുറപ്പിച്ചു പറഞ്ഞുകൂടാ. അപ്പോൾ അവരൊക്കെ ഇപ്പോഴും കാര്യമായിട്ടാണോ അവരുടെ കഥകളികൾ എടുക്കുന്നത് എന്ന് പോലും പറയാൻ കഴിയില്ല. ചിലരൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. വിരലിലെണ്ണാവുന്നവർ മാത്രം. വിരലിലെണ്ണാവുന്ന മാത്രം കുട്ടികളാണ് കളികളൊക്കെ കാര്യമായിട്ട് എടുക്കുന്നവരുള്ളത്. ഇനി കളിയരങ്ങെന്ന് വെച്ചാൽ ദൈവസന്നിധി എന്നെ താനെന്നും കരുതിയിട്ടുള്ളൂ. അപ്പോൾ ഒരു ദൈവസന്നിധി പോലെയാണ് തനിക്കെന്നും കളിയരങ്ങ് അനുഭവപ്പെട്ടത്. ദൈവമുള്ള ഒരു സദസ്സായിട്ടാണ് എനിക്ക് എന്നും കളിയരങ്ങ് അനുഭവപ്പെട്ടിട്ടുള്ളത്. മറ്റെന്തെങ്കിലും കരുതാനുള്ള ധിക്കാരമോ പരിഷ്കാരമോ തന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു ധിക്കാരമോ, ഈ കഥകളി എന്നതുകൊണ്ട് എനിക്കൊരു ധിക്കാരമോ അത് ഒരു പുതിയ പരിഷ്കാരമോ തനിക്ക് ഉണ്ടായിട്ടില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. താനെന്നും തൻ്റെ ഗുരുനാഥന്മാരെ അനുസരിച്ചിരുന്നു. അപ്പോൾ ഗുരുനാഥന്മാരെ അനുസരിക്കുക എന്നുള്ളതാണ് ഏത് കലയുടെയും പ്രധാന ഉദ്ദേശം ലക്ഷ്യം എന്നുള്ളത്. ഗുരുനാഥന്മാരനുസരിക്കാതെ ഒരിക്കലും കല എന്താവില്ല, പരിപൂർണമാവില്ല. അപ്പോൾ ഗുരുനാഥന്മാരെ അനുസരിച്ച് അവരുടെ തണലിൽ കഴിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി. അപ്പോൾ അനുസരണയും അച്ചടക്കവും പ്രയത്നിക്കാനുള്ള സന്നദ്ധതയുമാണ് ഒരു കലാകാരന് ആദ്യമായി ഉണ്ടാകുന്നത്. അത് ഏത് കലയായാലും ഗുരുനാഥന്മാരുടെ അനുസരിക്കുക, അച്ചടക്കം ഉണ്ടാവുക, അതുപോലെ തന്നെ പ്രയത്നിക്കാൻ, അതിൽ ഹാർഡ് വർക്ക് ചെയ്യുക. ഇതൊരു കലാകാരന് ആദ്യമായിട്ട് ഉണ്ടാകേണ്ട സംഗതികളാണ്. എന്തൊക്കെ? അനുസരണയും അച്ചടക്കവും പ്രയത്നിക്കാനുള്ള സന്നദ്ധതയും. അതുണ്ടായിക്കഴിഞ്ഞാൽ മുഖമുദ്ര താനേ വാർന്നു വീണുകൊള്ളും. അപ്പോൾ ഒരു കലാകാരന് അനുസരണയും അച്ചടക്കവും ഉണ്ടായിക്കഴിഞ്ഞാൽ മുഖമുദ്ര എന്ന് പറഞ്ഞാൽ ഈ കഥകളിൽ പ്രധാനമായിട്ടും മുഖത്തിൻ്റെ ആംഗ്യവും അതിൻ്റെ മുദ്രകളുമാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കപ്പെടുക. അപ്പം മുഖത്തിൽ വരുന്ന ചിരി വരുമ്പോൾ ചിരിക്കുക, കരച്ചിൽ വരുമ്പോൾ കരയുക, ഇനി ദേഷ്യം വരുമ്പോൾ ദേഷ്യപ്പെടുക. ഇതൊക്കെ മുഖത്തിൽ നിന്ന് പ്രകടമാകുന്ന മുദ്രകളാണ്, അടയാളങ്ങളാണ് ഈ മുഖമുദ്ര എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുണ്ടായിക്കഴിഞ്ഞാൽ അച്ചടക്കവും അനുസരണം ഉണ്ടായിക്കഴിഞ്ഞാൽ മുഖത്തിൽ വരുന്ന മുദ്ര എന്താവും? താനെ വാർന്നു വീണുകൊള്ളും, താനെ വന്നുകൊള്ളും എന്നർത്ഥം. താൻ കെട്ടിയാടുന്ന കഥാപാത്രങ്ങളിൽ സ്വന്തം വ്യക്തിമുദ്ര വാർന്നു വീണിട്ടുണ്ടോ എന്നറിഞ്ഞുകൂടാ. അപ്പോൾ സ്വന്തം വ്യക്തിമുദ്ര ഒരിക്കലും എന്താകാൻ പാടില്ല, അഭിനയിക്കുമ്പോൾ വരാൻ പാടില്ല. കാരണം സ്വന്തം വ്യക്തിമുദ്ര ചിലർക്ക് എന്തായിരിക്കും? ദേഷ്യമുള്ള ആളുകളായിരിക്കും. അപ്പോൾ അഭിനയിക്കുമ്പോൾ ഫുൾ സമയം ദേഷ്യമായി കഴിഞ്ഞാൽ എന്താവില്ല, ആ കലക്ക് രസം ഉണ്ടാവില്ല, ആ കഥകളെ രസം ഉണ്ടാവില്ല. അപ്പോൾ തൻ്റെ വ്യക്തിമുദ്ര ഒരിക്കലും വാർന്നു വീണിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. ശിഷ്യന്മാരൊട്ടേറെ ഉണ്ട്, ഒരുപാട് ശിഷ്യന്മാർ എനിക്കുണ്ട്. എല്ലാവരും തന്നെ ആശാൻ എന്ന് വിളിക്കുന്നു. പ്രായം ചെന്നതുകൊണ്ടുള്ള വിളിയാണെങ്കിൽ താനതിനെ കാര്യമായി എടുക്കുന്നില്ല. അപ്പോൾ പ്രായം കൊണ്ടാണ് എന്നെ ആശാൻ എന്ന് വിളിക്കുന്നത് എന്നതുകൊണ്ട് അതിനെ ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല.
അല്ല നല്ലൊരു വേഷക്കാരൻ എന്ന ബോധത്തോടു കൂടി വിളിയാണെങ്കിൽ തനിക്കതിൽ അഭിമാനമുണ്ട്. അപ്പോൾ നല്ലൊരു വേഷം ചെയ്യുന്ന ഒരു ആശാനാണ് എന്ന നിലക്കാണ് എന്നെ വിളിക്കുന്നതെങ്കിൽ എനിക്കതിൽ അഭിമാനമുണ്ട്. അല്ലാതെ ഞാനൊരു പ്രായം ചെന്ന ആളായത് കൊണ്ട് എന്നെ ആശാൻ എന്ന് വിളിക്കുന്നതിൽ എനിക്കെന്തില്ല, ഒരു അഭിമാനമോ ഒന്നും ഇല്ല. ഇന്ന് ഒന്നിനും വയ്യാതായി. ക്ഷീണം, തലചുറ്റൽ, ശ്വാസം എല്ലാ രോഗങ്ങളും വന്ന് വലയം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് രോഗങ്ങൾ ഇന്നുണ്ട്. തലചുറ്റലുണ്ട്, ക്ഷീണമുണ്ട്, ശ്വാസമുണ്ട്, ഒരുപാട് രോഗങ്ങളുണ്ട്. പലതും മോഹിച്ചവനാണ്. മോഹിച്ചതൊന്നും കിട്ടണമെന്നില്ല, വിധിച്ചതേ കിട്ടും. അപ്പോൾ ഒരുപാട് മോഹങ്ങൾ ആശാൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ 80 വയസ്സ് എൻ്റെ ജീവിതത്തിനിടയിൽ ഒരുപാട് മോഹങ്ങൾ, സാധാരണ മനുഷ്യനെ പോലെ തന്നെ എല്ലാവർക്കും മോഹങ്ങളുണ്ടാവും. അതുപോലെ ഒരുപാട് മോഹങ്ങൾ ആർക്കും ഉണ്ടായിട്ടുണ്ട്, ആശാനും ഉണ്ടായിട്ടുണ്ട്. മോഹിച്ചത് മുഴുവനും കിട്ടണമെന്ന് ഒരിക്കലും നിർബന്ധമില്ല, അല്ലേ? എല്ലാവർക്കും മോഹിച്ചത് മുഴുവൻ കിട്ടണമെന്നില്ല. അപ്പോൾ വിധിച്ചത് കിട്ടൂ. എന്താണോ നമ്മുടെ ജീവിതത്തിൽ വിധിച്ചത് അത് മാത്രമേ കിട്ടൂ. മോഹിച്ചത് മുഴുവൻ കിട്ടണം എന്ന് ഒരിക്കലും വാശി പിടിക്കരുത്. താനൊരുത്തിയെ സ്നേഹിച്ചു. അപ്പോൾ ഈ ജീവിതത്തിനിടയിൽ ഒരു സ്ത്രീയുമായിട്ട് സ്നേഹം ഉണ്ടായിരുന്നു. മോഹിനിയാട്ടക്കാരി കുഞ്ഞുലക്ഷ്മിയെ കിട്ടിയില്ല. അപ്പോൾ കുഞ്ഞുലക്ഷ്മിയാണ് ഇദ്ദേഹം സ്നേഹിച്ച പെണ്ണ്. അപ്പോൾ അവൾ മോഹിനിയാട്ടക്കാരിയാണ്. മോഹിനിയാട്ടം എന്നുള്ള ഒരു കല ചെയ്യുന്ന ഒരു സ്ത്രീയാണ് കുഞ്ഞുലക്ഷ്മി. കിട്ടിയില്ല. ഈ കുഞ്ഞുലക്ഷ്മിന് എന്തായിട്ടില്ല, കിട്ടിയിട്ടില്ല. പുക പോലെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിട്ട് കാലം എത്രയാണെന്നോ. അപ്പോൾ ഒരു പുക പോലെ, അതായത് മനസ്സിൽ നിന്ന് മെല്ലെ മെല്ലെ നീങ്ങിപ്പോയി. അപ്പോൾ കുറച്ചു കാലം മനസ്സിൽ വെച്ചു, പിന്നെ കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ മനസ്സിൽ നിന്ന് മെല്ലെ നീങ്ങിപ്പോയി. അങ്ങനെ ഒരുപാട് കാലമായി. ഈ ലോകത്തിൽ ഒന്നും ശാശ്വതമായിട്ടില്ല. അന്ന് മനസ്സിലാക്കിയൊരു സംഗതിയാണെന്ത്, ഈ ലോകത്തിൽ ഒരു സംഗതിയും ശാശ്വതമായിട്ടില്ല. സ്നേഹമായാലും എന്തായാലും എന്തില്ല, ശാശ്വതമായിട്ട് ഒരിക്കലും നിൽക്കില്ല. എല്ലാം മറഞ്ഞു പോകുന്നു, കലയും കാമിനിയുമെല്ലാം. അപ്പോൾ കലയും ഒരുപാട് കാലം കഴിയുമ്പോൾ കലയും ഒഴിഞ്ഞു പോകും. അപ്പോൾ ഇന്നിപ്പോൾ കല എന്താണ്, അവസാനിപ്പിക്കുന്ന ദിവസമാണ്. കഥകളി അവസാനിപ്പിക്കുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ കലയും കാമിനി പറഞ്ഞാൽ തൻ്റെ ലവർ, സ്നേഹിക്കുന്ന പെണ്ണ്, അതും എല്ലാം മറഞ്ഞു പോയിട്ടുണ്ട്. തൻ്റെ വേഷം കണ്ട് കൺകുളിർത്ത് പോയവരുണ്ട്. അപ്പോൾ എൻ്റെ വേഷം കണ്ടിട്ട് കണ്ണ് നിറഞ്ഞ ആളുകളുണ്ട്. അന്നു തൻ്റെ വേഷം സ്വയംവരത്തിലെ ശ്രീകൃഷ്ണനായിരുന്നു. അപ്പോൾ സ്വയംവരത്തിൽ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്താണ്, യൗവനത്തിലേക്ക് പ്രവേശിച്ച കൃഷ്ണനെയാണ് സ്വയംവര കൃഷ്ണൻ എന്ന് പറയാം. അപ്പോൾ യുവാവായിട്ടുള്ള കൃഷ്ണൻ്റെ രൂപമാണ് അന്നൊക്കെ അഭിനയിച്ചിരുന്നത്. അന്ന് ചെറുപ്രായമാണ്. അപ്പോൾ അന്നും ഞാൻ യുവാവായിട്ടുള്ള ശ്രീകൃഷ്ണൻ്റെ സ്വയംവരത്തിലെ ശ്രീകൃഷ്ണനെയായിരുന്നു അന്ന് അഭിനയിച്ചിരുന്നത്. വയസ്സ് 22 വയസ്സിൽ എന്താണ്, യൗവനകാലമാണ്. അപ്പോൾ അന്ന് സ്വയംവരത്തിലെ ശ്രീകൃഷ്ണൻ്റെ രൂപമാണ് അഭിനയിച്ചിരുന്നത്. വൃന്ദാവന തീരത്തെ രാധ തന്നെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുലക്ഷ്മിയായിരുന്നു. അപ്പോൾ വൃന്ദാവനത്തിലാണ് ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്നത്. അപ്പോൾ വൃന്ദാവനത്തിലെ രാധ, അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ കാമുകിയാണ് രാധ. അതുപോലെ തന്നെ നമ്മുടെ ആശാൻ്റെ കാമുകിയാണ് കുഞ്ഞുലക്ഷ്മി. അപ്പോൾ ആ രാധയെ പോലെയാണ് തൻ്റെ കുഞ്ഞുലക്ഷ്മി എന്ന് ഗുരുനാഥൻ ഇയാൾ പറയാണ്. അതുകൊണ്ട് തനിക്ക് നിത്യകാമുകനായ കൃഷ്ണൻ്റെ വേഷം തന്മയത്വത്തോടെ അഭിനയിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതേപോലെ ശ്രീകൃഷ്ണൻ്റെ അതേപോലെ എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്, എനിക്ക് അതേപോലെ ഒരു കാമിനി ഉണ്ടായിരുന്നു. കുഞ്ഞുലക്ഷ്മി എന്ന തൻ്റെ കാമുകി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അതിനെ തന്മയത്വത്തോടു കൂടി അഭിനയിക്കാൻ കഴിഞ്ഞത്. അഭിനയിക്കുന്നത് സ്വയംവര കൃഷ്ണൻ്റെ ഭാഗമാണ്. അപ്പോൾ സ്വയംവര കൃഷ്ണൻ്റെ ഭാഗമാണ് അന്ന് അഭിനയിച്ചത്. പല കഥകളും മനസ്സിലേക്ക് ഓടിയെത്തുന്നു. ഇപ്പോൾ ആർക്കെങ്കിലും ആ വക കഥകളെക്കുറിച്ച് ഓർമ്മയുണ്ടോ? എങ്കിലും ആ ചിത്രങ്ങൾ ആശാൻ്റെ മുന്നിൽ തിരശ്ശീലയ്ക്ക് മുന്നിലെന്ന പോലെ കാണാൻ തുടങ്ങി. അണിയറയിൽ കളിപ്പെട്ടിമേൽ ആശാൻ ചാരിയിരുന്നു. അപ്പോൾ അന്നത്തെ കഥകളൊക്കെ ഇന്ന് മുമ്പിൽ കാണുന്നത് പോലെ, സ്ക്രീനിൽ കാണുന്നത് പോലെ ആശാനിങ്ങനെ കാണുന്ന സമയത്ത്, അപ്പോൾ ആശാനിങ്ങനെ കളിപ്പെട്ടിമേൽ ചാരിയിരുന്നു. ശ്രീകൃഷ്ണാത്മാവായി താനെവിടെയും നിറഞ്ഞിരുന്നു. ശ്രീകൃഷ്ണ പരമാത്മാവായിട്ട് താൻ എവിടെയും നിറഞ്ഞിരുന്നു. അണിയറയിലും അരങ്ങത്തും ഒരേപോലെ ശ്രീകൃഷ്ണനെ അഭിനയിച്ചിരുന്നു ഞാൻ.
അപ്പോൾ യൗവനം അവസാനിച്ചപ്പോഴാണോ എന്നറിഞ്ഞുകൂടാ ശ്രീകൃഷ്ണൻ്റെ ഭാഗം അഭിനയിച്ചിരുന്ന തനിക്ക് പിന്നീട് അഭിനയിക്കാൻ കിട്ടിയ വേഷം യവനൻ്റേതായിരുന്നു. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ വേഷം യൗവനത്തിൽ അഭിനയിക്കാൻ കഴിയുള്ളൂ. ശ്രീകൃഷ്ണനെ പിന്നെ വയസ്സായി കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് യവനൻ്റെ വേഷമായിരുന്നു. യവനൻ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് ഇതിൽ പറയുന്നുണ്ട് വിപരീത മുഖങ്ങൾ. ശ്രീകൃഷ്ണനും യവനനും എന്താണ് വിപരീത മുഖങ്ങളാണ്. കാരണം ഒന്ന് യൗവനത്തിൻ്റെ പ്രേമത്തിൻ്റെ ആദരവിൻ്റേത്. അപ്പോൾ ആർക്കും എന്താണ് ഈ ഒരു യൗവനത്തിൻ്റെയും പ്രേമത്തിൻ്റെയും ആദരവിൻ്റെയും മുഖമാണ് ആരുടേത്? ശ്രീകൃഷ്ണൻ്റേത്. മറ്റേത് ക്രൂരതയുടെ, രൗദ്രതയുടെ, ശൂരതയുടെ രൂപങ്ങളാണ്. അപ്പോൾ എന്താണ് യവനൻ്റെ രൂപം എങ്ങനെയാണ്? ക്രൂരനായിട്ടും അതുപോലെ തന്നെ രൗദ്രതയോടുകൂടെയും അതുപോലെ തന്നെ ശൂരതയോടുകൂടിയ വേഷമാണ് ആരുടേത്? യവനൻ്റേത്. വൃദ്ധശൂരനായ യവനൻ്റെ ഭാഗമെടുത്തപ്പോഴും തന്നെപ്പറ്റി ആളുകൾ പുകഴ്ത്താൻ തുടങ്ങി. അപ്പോൾ യവനൻ്റെ വേഷം ഞാൻ അഭിനയിച്ചപ്പോഴും ആളുകൾ എന്തായിട്ടുണ്ട് എന്നെ പുകഴ്ത്തിയിട്ടുണ്ട്. ശ്രീകൃഷ്ണൻ്റെ വേഷം അഭിനയിച്ചപ്പോഴും യവനൻ്റെ വേഷം അഭിനയിച്ചപ്പോഴും ആളുകൾ എന്നെ പറ്റി പുകഴ്ത്തിയിട്ടുണ്ട്. വേഷക്കൊഴുപ്പിൽ ആശാൻ്റെ യവനനെ വെല്ലാൻ ആരുമില്ലെന്ന് വിധി എഴുതി വിവരമുള്ളവർ. അപ്പോൾ വിവരമുള്ള ആളുകൾ ആശാൻ്റെ യവനനായിട്ട് അഭിനയിക്കുന്ന ആശാൻ്റെ വേഷം അത് ആശാന് ഉഷാറായി ചെയ്യുന്നുണ്ട് എന്ന് തന്നെ വിവരമുള്ള ആളുകൾ വിധി എഴുതി. താൻ അന്നും ഇന്നും കലാസപ്പറ്റയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചാണ്. കലാജീവിതത്തിന് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച ആളാണ് ഞാൻ. പക്ഷേ വേഷങ്ങളിൽ വന്ന വ്യതിയാനത്തിൽ വേദന തോന്നിയിരുന്നു. അപ്പോൾ കൃഷ്ണൻ്റെ കഥയാടുമ്പോൾ താൻ തന്നിൽ നിന്നും ഉയർന്നു പൊങ്ങി ശത്രു സംഹാരകനും മിത്രരക്ഷകനും നിത്യകാമുകനുമായ കൃഷ്ണനിലൂടെ ജീവിച്ചു. അപ്പോൾ കൃഷ്ണൻ്റെ ജീവിതമായിരുന്നു കൃഷ്ണൻ്റെ അഭിനയിക്കുന്ന ജീവിതമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത്. ആ കൃഷ്ണൻ്റെ വേഷം ഒഴിവാക്കുമ്പോൾ എന്തുണ്ടായി? മനസ്സിൽ വേദന തോന്നിയിട്ടുണ്ട്. കാരണം കൃഷ്ണൻ്റെ കഥ ശത്രു സംഹാരകനും, ശത്രുക്കളെ സംഹരിക്കുന്ന ആൾ, ശത്രുക്കളെ വധിക്കുന്ന ആൾ, അതുപോലെ തന്നെ മിത്രങ്ങളെ രക്ഷിക്കുന്ന ആളും, അതുപോലെ നിത്യകാമുകനുമായ രാധയുടെ നിത്യകാമുകനുമായിട്ടാണ് ശ്രീകൃഷ്ണൻ്റെ വേഷം അഭിനയിച്ചിരുന്നത്. അപ്പോൾ ആ ജീവിതത്തിലൂടെയാണ് താനും ജീവിച്ച് പോന്നിരുന്നത് എന്നാണ് ആശാൻ പറയുന്നത്. അരിമാവും മനയോലയും തയ്യാറായി, ഇനി ഇരിക്കാം. ചുട്ടിക്കാരൻ വന്നറിയിച്ചപ്പോഴാണ് ആശാൻ ഓർമ്മകളിൽ നിന്നുണർന്നത്. അപ്പോൾ ആശാൻ അതൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർമ്മ വരാണ്. അപ്പോൾ അരിമാവും മനയോലയും തയ്യാറായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ചുട്ടിക്കാരൻ വന്നറിയിച്ചപ്പോൾ, ചുട്ടിക്കാരൻ എന്നുള്ള വസ്ത്രം മേക്കപ്പ് ചെയ്യുന്ന ആളാണ് ചുട്ടിക്കാരൻ. അപ്പോൾ അദ്ദേഹം വന്നറിയിച്ചപ്പോൾ എന്തായി? ആശാൻ കണ്ണ് തുറന്ന് കോപ്പുകൾ സൂക്ഷിക്കുന്ന കളിപ്പെട്ടികൾ, തുറന്ന പെട്ടികൾക്കിടയിലൂടെ കാണുന്ന മരമോന്തകൾ, കിരീടങ്ങൾ എല്ലാം കണ്ടു. അപ്പോൾ കോപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇതിനാവശ്യമായിട്ടുള്ള കോപ്പുകൾ, കളിക്കോപ്പ് എന്ന് പറയില്ലേ, അതുപോലെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള കോപ്പുകൾ, വസ്തുക്കൾ എന്തായിട്ടുണ്ട് അവിടെ ഉണ്ട്. മരമോന്തകളുണ്ട്, അതുപോലെ തന്നെ കിരീടങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ആ കൂട്ടത്തിൽ സ്വയംവര കൃഷ്ണൻ്റെ കിരീടവും ദൃഷ്ടിയിൽപ്പെട്ടു. ദൃഷ്ടി എന്നാൽ കാഴ്ച. അപ്പോൾ സ്വയംവര കൃഷ്ണൻ്റെയും ഒരു കിരീടം അവിടെ ഉണ്ട്, അതും എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. 4 ഭാഗത്തും മയിൽപീലി നിരത്തി കുത്തിയിട്ടിരിക്കുന്ന കൃഷ്ണൻ്റെ കിരീടം മറ്റു കിരീടങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. അണിയറയുടെ ഒരു മൂലയിൽ പ്രത്യേകം പീഠത്തിന്മേലിരിക്കുന്ന ആ കിരീടം തൻ്റെ തലയ്ക്കു പാകത്തിന് തീർപ്പിച്ചതായിരുന്നു. അപ്പോൾ ആ കൃഷ്ണൻ്റെ കിരീടം എന്ന് പറഞ്ഞാൽ 4 ഭാഗത്തും മയിൽപീലികളുടെ കിരീടമാണ്. അപ്പോൾ അത് തനിക്ക് വേണ്ടി തീർപ്പിച്ചതായിരുന്നു. തീർപ്പിക്കാനായി ഉണ്ടാക്കുക. അപ്പോൾ എൻ്റെ തലക്ക് അനുയോജ്യമായിട്ടാണ് ആ കിരീടം ഉണ്ടാക്കിയിരുന്നത്. കാരണം ശ്രീകൃഷ്ണൻ്റെ വേഷം അഭിനയിച്ചിരുന്ന കാലത്ത് തനിക്ക് വേണ്ടി തീർപ്പിച്ചതായിരുന്നത്. ഇന്നത് ഉപയോഗിക്കാതെ വെറുതെ ഇരിക്കുകയാണ്. ആശാൻ കിരീടം തൊട്ട് വന്നിച്ചു നമസ്കരിച്ചു. എന്തുകൊണ്ടോ കണ്ണു നിറഞ്ഞു. അപ്പോൾ ആശാന് ആ കിരീടം തൊട്ട് വന്നിച്ചു, ഒന്ന് നമസ്കരിച്ചിട്ട് അപ്പോൾ ആശാൻ്റെ കണ്ണൊന്ന് നിറഞ്ഞു പോയി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ഇത്ര എടുക്കണുള്ളൂ. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.